ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന്റെ മകൾ ഏറ്റുവാങ്ങി. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, PR ശ്രീജേഷ് എന്നിവർക്ക് പത്മഭൂഷണും K ഓമനക്കുട്ടിയമ്മയ്ക്ക് പത്മശ്രീയും സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും അതിനുശേഷമുള്ള നടപടികളുടെയും പശ്ചാത്തലത്തിലായിരുന്നു 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ ഇന്ത്യ നിരോധിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് അടുത്ത മാസം 7-ന് ചേരും. വത്തിക്കാനിൽ ഇന്ന് ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. 3-2 ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകും. വയനാട് മുണ്ടക്കൈ ചുരൽമല അതിജീവിതർക്കുള്ള ടൌൺഷിപ്പ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി P. രാജീവ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് സന്ദർശിച്ച് ടൌൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാലം ശക്തമാകുന്നതിന് മുൻപേ അതിജീവിതരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ P. രാജീവ് അറിയിച്ചു. SSLC പരീക്ഷാഫലം മെയ് 2-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഇടുക്കി ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും ഇതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നോർക്ക റൂട്ട്സ് പ്രവാസി ID കാർഡുകളുടെ ഇൻഷുറൻസ് പരിരക്ഷാ തുക 5 ലക്ഷം രൂപ വരെയാക്കി ഉയർത്തി. പ്രവാസി തിരിച്ചറിയൽ കാർഡ്, NRK ഇൻഷുറൻസ് കാർഡ്, സ്റ്റുഡന്റ് ID കാർഡ് എന്നിവയുടെ അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷാ തുകയാണ് 4 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷമാക്കി ഉയർത്തിയത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി N. കരുൺ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട്ടെ വസതിയിലായിരുന്നു അന്ത്യം. പിറവി, സ്വം, വാനപ്രസ്ഥം, കുട്ടിശ്രാങ്ക് തുടങ്ങിയ കലാമൂല്യമുള്ള ചിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. മലയാള സിനിമയുടെ മുഖവും മുഖശ്രീയുമായിരുന്ന ചലച്ചിത്രകാരനെയാണ് ഷാജി N. കരുണിന്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2025-26 അധ്യയന വർഷത്തെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ആദ്യ പരിപാടിയായ മെഗാ സൂംബ ഡിസ്പ്ലേ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള 1500ഓളം വിദ്യാർത്ഥികൾ മെഗാ സൂംബ ഡിസ്പ്ലേയിൽ പങ്കെടുക്കും. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കോളറ പകരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. വയറിളക്കം, ഛർദി, പേശിവേദന, നിർജ്ജലീകരണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വൃത്തിയുള്ള ആഹാരവും വ്യക്തിശുചിത്വവും പാലിക്കണം. തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കൊല്ലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതവും ശിക്ഷ വിധിച്ചു. കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നഗരങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുകയാണെങ്കിൽ ചൂട് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി A. ശശീന്ദ്രൻ. കോഴിക്കോട് പുത്തൂർ UP സ്കൂളിൽ സംഘടിപ്പിച്ച കുളിർമ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിനനുയോജ്യമായ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും ശ്രീ A. ശശീന്ദ്രൻ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങൾ സമാപനത്തിലേക്ക്. വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങ് കവി ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് മാധ്യമലോകം വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. തുടർന്ന് ലയന സംഗമം, സംഗീത സന്ധ്യ എന്നിവയും അരങ്ങേറി.
IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗുജറാത്ത് 14 ഓവറിൽ 1 വിക്കറ്റിന് 125 റൺസ് എടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.